ബാങ്കോക്ക്. വല്ലാത്തൊരു കസ്റ്റമർ ടൂറിസ്റ്റും ഒന്നും താല്പര്യമില്ല അറിയാൻ. ഇന്ന് പോണത് ടുക് ടുക്കിലാണ്. ഇവരെന്റെ കൂടെ കണ്ടിട്ട് എന്റെ ഫോട്ടോ എടുക്കണമെന്ന്. ഹോളി വാട്ടർ ആണ്. ക്യാമറ വാങ്ങണ്ടോ? പിന്നെ ഇലക്ട്രോണിക്സിന്റെ മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങൾ 2 സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഇത് എന്താണിത്? എന്നെ പറകി അങ്ങോട്ട് കേറി മേങ്ങിക്കണു. പിരിയാപ്പിളിനറിയോ? ഇത് പിരിയാപ്പിളിന്റെ വീടാണ്. ഹൗസ് ഓഫ് പിരിയാപ്പിൾ. ഇത് അയാളുടെ 2 മക്കളാണ്. ആദ്യം കളിക്കാനുള്ളതാന്ന് വിചാരിച്ചത്, പക്ഷേ ഇതൊരു സംഭവമാണ് കേട്ടോ. എല്ലാത്തിലും ഇടാം ഡ്രസ്സുകൾ. അത് ഭയങ്കര കംഫർട്ട് കേട്ടോ ഇതൊക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് ബാങ്കോക്കില് 2nd ഡേ ആണ്. അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പുറത്തിറങ്ങാണ്. ഇന്ന് ഫസ്റ്റ് നമ്മൾ ഗ്രാൻഡ് പാലസിലേക്കാണ് പോണത്. ബാങ്കോക്കിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ. സോ നമ്മൾ ഇന്ന് പോണത് ടുക് ടുക്കിലാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെ. ഇവിടുത്തെ ബൈക്കും സൈക്കിളും ഓട്ടോറിക്ഷ എല്ലാം കൂടിയിട്ടുള്ള സാധനത്തിന്റെ പേരാണ് ടുക് ടുക്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പാലസിൽ എത്തിട്ടോ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ തായ്ലൻഡിലെ രാജാവിന്റെ കൊട്ടാരം. അതിന്റെ തൊട്ട് മുന്നിലാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഒരു കാണേണ്ട സംഭവം തന്നെയാണെന്നാ പറയുന്നത്. അതിന്റെ ഈ സൈഡിലായിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. 500 ബാട്ടാണ് ഒരാൾക്ക് കേട്ടോ, ഒരു പേഴ്സണ്. എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ അവിടുത്തെ കൊട്ടാരങ്ങളും അതൊക്കെ കാണുമ്പോഴല്ലേ അതിന്റെ ഒരു രസം എന്ന് പറയണത്. എന്തൊരു ഭംഗിയുള്ള, എന്താ അതിന്റെ ആർട്ടും കാര്യങ്ങളും, മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ഉണ്ട് വാളില്. പിന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചറും ഇതിൽ ചെയ്യുന്ന ഗോൾഡൻ കളറും എന്താ പറയാ, ഭയങ്കര ഭംഗി. നമ്മളിങ്ങനെ കാണാത്ത, നമ്മുടെ നാട്ടിൽ ഒട്ടും കാണാത്ത തരത്തിലുള്ള ഒരു കൊട്ടാരല്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. തലങ്ങും വിലങ്ങും നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇവരെന്റെ കൂടെ കണ്ടിട്ട് എന്റെ ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു 5-6 പേര് ഓടി വന്ന് കൂട്ടത്തോടെ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. സബ്സ്ക്രൈബേഴ്സ് ആണോ? പിന്നെ ഏതാണ് ഭാഷ എന്ന് മനസ്സിലായില്ല. ഞങ്ങൾ പറയണത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഏതാ കൺട്രി എന്ന് ചോദിക്കുമ്പോൾ പോലും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവർ ചൈനയാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഡ്രസ്സ് കണ്ടിട്ടും നല്ല രസമുണ്ട് എന്ന് അവരിങ്ങനെ കാണിച്ച് കുറെ പ്രാവശ്യം പറഞ്ഞു. എന്തായാലും നല്ല സന്തോഷം. ഡ്രസ്സ് അവർ എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, ഫുള്ള് ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട്. അപ്പൊ അറിയ ഡ്രസ്സ് കുറച്ച് ഭംഗിയുള്ളതാണല്ലോ അല്ലേ, ഡ്രസ്സായിരിക്കും. എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അത്ഭുതം, എന്നെ കണ്ട് ആരും ഇതുവരെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കൂടെ വന്നിട്ടില്ല. ഇത്ര സന്തോഷത്തോട് കൂടിയിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ നല്ല ആൾക്കാർ കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ചൈനയാണെന്നുള്ളത് അവസാനമാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും അതൊരു അടിപൊളി സംഭവമായി. യെസ്, ഈ ഡ്രസ്സ് കൊള്ളാം. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ടൂറിസ്റ്റ് ഗൈഡിന്റെ പുറത്ത് തന്നെ അവരിങ്ങനെ പറയും വേണമെന്നുണ്ടെങ്കിൽ വരാമെന്നുള്ള. പക്ഷെ നമുക്ക് ഗൈഡിന്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ ഗൈഡ് ഇതായിരിക്കണം. എവിടെ ചെന്നാലും അവിടുത്തെ ഒരു ബുക്കായിട്ട് അതിനെപ്പറ്റി മുഴുവൻ പഠിച്ച് ഞങ്ങൾ ഈ 1.5 മണിക്കൂർ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് അരച്ച് കലക്കി ഹിസ്റ്ററി പഠിച്ചിരിക്കും. എന്നിട്ട് കാറിലിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുതരും, അമ്മ ഇതാണ് എന്നുള്ളതൊക്കെ. എനിക്കിത് കാണുമ്പോൾ ഇങ്ങനെ ഗ്ലിറ്റർ ഇങ്ങനെ വെതറിയ പോലെ, വെതറി ഇടില്ലേ, അതുപോലൊരു ഫീൽ. എന്തൊരു ഭംഗിയാ നോക്കിയത്. അപ്പൊ നമ്മുടെ ഗൈഡ് മിത്തുക്കുട്ടി പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ, അത് അവള് പറഞ്ഞതല്ല, ഞാൻ കണ്ട കാര്യം പറയണേ, വലിയ ഒരു ഉയരത്തില് ഗോപുരം സാധനങ്ങളും ഫുൾ ഗോൾഡ്, കുറെ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ട് ഏറ്റവും മേലെ ആണ് ബുദ്ധ ഇരിക്കുന്നത്. അതൊരു ഗ്രീൻ ഷെയ്ഡിൽ, ഒരു എമറാൾഡിന്റെ ഷെയ്ഡ് ആയ കാരണം ഇത് എമറാൾഡ് ബുദ്ധ എന്ന് പേര് വന്നത്. അത് പക്ഷെ വേറെ ഏതോ ജാസ്പർ സ്റ്റോൺ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാം ഗോൾഡ് ആണ്. പിന്നെ ഇത് 3 സീസണിൽ 3 തരത്തിലാണ് ഡ്രസ്സ് ചെയ്യിക്കുക. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ബുദ്ധ സമ്മറിന്റെ തരത്തിലുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ രൂപത്തിലാണ്, ഇങ്ങനെയാണ് കാണാൻ. ഇതാണ് അവിടെ, ഇത് മൊത്തം ഗോൾഡും ഇത് എമറാൾഡും ആണ്. സമ്മർ ആയതുകൊണ്ട് ഈ രീതിയിലാണ് ഇപ്പൊ ബുദ്ധ ഇരിക്കുന്നത്. ഇനി റെയിനി ആവുമ്പോ ഈ രീതിയിലും, വിന്റർ ആവുമ്പോ ഈ രീതിയിലാവും ബുദ്ധനെ അലങ്കരിപ്പിക്കാം. ഗൈഡ് കം ഹിയർ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് കിങ് രാമ 1 ആണ്. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് കിങ് രാമ 1 ആണ്. ഇത് കിങ് രാമ 2 ആണ്. സംഭവം എന്തായാലും ഉള്ളിൽ ചെന്നാൽ വായ പൊളിച്ചിരിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഇതാണ്.
ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണല്ലേ. നമ്മുടെ നാട്ടിലെ തീർത്ഥം പോലെ, പക്ഷെ കുടിക്കാൻ പാടില്ല, ഹോളി വാട്ടർ ആണ്. ഇങ്ങനെ ആക്കാനുള്ളതാണ് ഈ താമര തണ്ടായിട്ട് കേട്ടോ. ഇവിടുത്തെ ഒരു വിശ്വാസ രീതി. തലയിലാക്കിക്കോളും. ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഞാൻ പറയായിരുന്നു. ഞാനും എത്തും സബ്യസാചിയുടെ ഷോറൂമിലേക്ക് കയറിയ പോലെയാണ്. അതായത് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സും നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ഷെയ്ഡുകൾ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഓ എന്തൊരു ഭംഗിയുള്ള കളേഴ്സാന്ന് നോക്കി. ഓരോ ഗോപുരങ്ങളും ഓരോ കളേഴ്സിലാണ് തീർത്തിട്ടുള്ളത്. ഗൈഡ് മരിച്ചു പഠിക്കുന്നുണ്ട്. അതാണിത്. ആ ഗൈഡിന് ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കൊടുത്താ 2 മണിക്കൂർ നിന്ന് പ്രസംഗിച്ചോളൂ. അത് മതിയാ. ഓ ഈ ബെല്ല് എപ്പോഴാണ് അടിക്കുക? എമറോൾ ബുദ്ധ അവിടെ വെച്ച സമയത്ത് കൊറോണേഷൻ കിങ്ങിന്റെ തലയില് ക്രൗൺ വെക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ബെല്ല് അടിക്കില്ല, അല്ലെങ്കിൽ പാടില്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാ 50 ഇയേഴ്സും അടിച്ചു. ഒരു ബെല്ലുണ്ട്, അതങ്ങനെ വെറുതെ അടിക്കാൻ പറ്റില്ല. അതിനെന്തൊക്കെയാ പറഞ്ഞു അറിയോ അടിക്കണേ? 50 ഇയേഴ്സ് അടിക്കും. ബാങ്കോക്ക് ക്യാപിറ്റൽ ആക്കിയതിന് അടിക്കും. ആ ഫൗണ്ടൻ മാർക്ക് 50 ഇയേഴ്സ് കൂടുമ്പോ ആ ബെല്ലടിക്കും. പിന്നെ വേറെ എപ്പോഴും കൂടെ ആ ബെല്ലടിക്കും അല്ലേ? അങ്ങനെ ഓരോന്നൊക്കെ പറയണ്ടായിരുന്നു. എല്ലാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. വരൂ. എന്തായാലും കാണാൻ, സാധാരണക്കാരനെ സംബന്ധിച്ച് കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെ ഹിസ്റ്ററി പ്രാന്തന്മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഓരോന്ന് വായിച്ചറിയാനും നല്ല രസമുണ്ട്. അതിലാണ് ഞാൻ ചിരിക്കാൻ വിത്ത്. അല്ലാത്തൊരു കസ്റ്റമർ ടൂറിസ്റ്റും ഒന്നും താല്പര്യമില്ല അറിയാൻ. അതെ എനിക്ക് നല്ല കോട്ടയുടെ ഭയങ്കര പറയുന്നത്. അമ്മ ഇത് വൈറ്റ് പറഞ്ഞ അത് അവ കോട്ടമായിട്ടും ചെയ്തു. എന്താ പറഞ്ഞ അത് വൈറ്റ്. അത് ആദ്യം വൈറ്റ് വാഷ്ഡ് ആയിരുന്നു, ഫുള്ള് വൈറ്റ് ആയിരുന്നു. പിന്നെ അതിന്റെ മേലെ ഗോൾഡ് മൊസായിക് ടൈൽസ് ആയിട്ട് അതിനെ പിന്നെയും കവർ ചെയ്താണ്. അങ്ങനെ കോട്ടയായിട്ട് അത് നന്നായി, അത് നന്നായേ ഉള്ളൂ പറഞ്ഞു. അല്ല ഞാനെന്താ പറയാ, ഉറക്കം വന്ന് വിശന്ന് ഞാൻ ചിരിച്ചത് എന്തിനാ ചോദിച്ചാ അപ്പൊ മിത്തൊരു ദേഷ്യം വന്നു. ഞാൻ കോട്ടുമായിട്ടിട്ട് അത് നന്നായി പറഞ്ഞു. ഞാനത് ആലോചിച്ചില്ല. അപ്പൊ മിത്ത് പറയണേ വല്ലാത്തൊരു ടൂറിസ്റ്റ് ഒന്ന്, ഗൈഡിന് ഇത്രയും വില മതിക്കാത്തൊരു ടൂറിസ്റ്റ്. ഫേവറേറ്റ് ഇതാണ് കേട്ടോ ഈ കളർ. പിന്നെ ബ്ലൂ അത്ര തന്നെ ഇഷ്ടമായി, പക്ഷെ ഈ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റത്തിന്റെ കുട പോലെ ഒരു ഫീല്. തൃശ്ശൂർ പൂരത്തിനാണ് ഇങ്ങനത്തെ ഇങ്ങനെ കുടകൾ കാണുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഈ കളറിലൊരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാവൂല. ആ പച്ചയില് ഏകദേശം ഒരു കളർ ഇട്ടിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത് തോന്നുന്നു. എങ്ങനെയുണ്ട് കൊട്ടാരം? കൊട്ടാരം അടിപൊളി, കൊട്ടാരം അടിപൊളി. ദേവശേട്ടൻ ഫോട്ടോ എടുത്ത് മരിക്കുകയാണ്. ഫോട്ടോയിൽ എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഭംഗി അറിയില്ല. ഇത് ഭംഗി അറിയുന്നുണ്ട്, പക്ഷെ നേര് കാണുമ്പോഴേ നിക്കണത് ഇതിന്റെ ഉള്ളിൽ എത്ര ഉണ്ടാക്കിട്ട് നിക്കണ പോലെ ഉണ്ടാക്കി മടുത്തിട്ടില്ല ഒന്നും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കണ്ണ് മങ്ങിളിക്കാന്നൊക്കെ പറയില്ലേ, എന്തൊക്കെ ഉണ്ടാക്കി മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കൊത്തുപണികളും വർക്കുകളും സ്റ്റോൺസ്. അതെ, ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവം കേട്ടോ ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞാൽ. ഇതാണ് ഗോൾഡൻ പാലസ്. ഇതാണ് ശരിക്കും കൊട്ടാരം. മറ്റേ നമ്മൾ കണ്ടത് അവരുടെ ഉണ്ടാക്കിയെടുത്ത ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഈ ഗ്രാൻഡ് പാലസിൽ നിന്ന് പോവാണ് കേട്ടോ. ഇവിടുത്തെ നമ്മളൊരു വിധം എല്ലാം കണ്ടു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിലെ ഒരു 1.5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ടുക്ടുക്കെടുത്ത് ഇനി നമ്മൾ പോണത് ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് MBK അല്ലേ? MBK സെന്റർ ഭയങ്കര അടിപൊളി മാർക്കറ്റ് ആണെന്നാണ്. സോ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോണത്. അപ്പം നമ്മുടെ MBK സെന്ററിൽ വന്നിരിക്കുകയാണ്. ഇത് ഇലക്ട്രോണിക്സ് മാത്രമൊന്നല്ല, ഫുൾ സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. ഗോൾഡ് മുതൽ സിൽവർ മുതൽ അച്ഛനമ്മയല്ലാത്ത എല്ലാം കിട്ടും പറയില്ലേ. റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു കളിയാണ്. വാച്ച്, ബാഗ്, ഡ്രസ്സ്, എന്തൊക്കെ വേണം. ഒരു ലോകമാണ് കേട്ടത്.
അങ്ങനെ ഇലക്ട്രോണിക്സിന്റെ മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങൾ 2 സാധനങ്ങൾ വാങ്ങിച്ചു. എവിടെ പോയാലും ഇതന്നെ പണി. ഇലക്ട്രോണിക്സ് ആയാലും ഫർണിച്ചർ ആയാലും ഷോപ്പ്. ഞാൻ പറഞ്ഞില്ല ഇത് ഇലക്ട്രോണിക്സ് മാർക്കറ്റാന്നേ ഉള്ളൂ. ഇവിടെ ഫുഡുകൾ ഭയങ്കര കലവറ ഫുഡിന്റെ. ഞങ്ങൾ 2 പേരും ഇതിലാണ് ഹാപ്പി അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സോഫ്റ്റി. ക്യാമറ വാങ്ങണ്ടോ? ഞങ്ങളിവിടെ ഐസ്ക്രീം കഴിച്ചിരിക്കുമ്പോൾ എംഷേടൻ ഏതാണ് സോണിയ അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. ഫുൾ ഷോപ്സ് ആണ് ഇവിടെ. ഏറ്റവും ക്യൂട്ടായിട്ട് മനസ്സിലായ ഒരു സംഭവം എന്താ പറയുക, ഇത്ര ചെറിയ ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യം കളിക്കാനുള്ളതാണെന്ന് വിചാരിച്ചത്, പക്ഷേ ഇതൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഇതിൽ നമ്മുടെ വാട്സാപ്പ് അല്ലേ എല്ലാം ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സാപ്പ് എല്ലാ കുന്തും നെറ്റും ഒക്കെ യൂസ് ചെയ്യാം. ഇനി വേറെ ഐഫോണിൻ്റെ ചെറിയ മോഡൽ നോക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. ക്യാമറ വരെ ഉണ്ട്. ഇത്ര ക്യൂട്ടാണ്. ഇത് കുറേ നോക്കി ഇതല്ല രസമുണ്ടല്ലോ. ഇനി ഇതിൻ്റെയും പകുതി ഒരു സാധനം ഉണ്ട്, നോക്കിയയുടെ പോലത്തെ ഡബ്ബ ഫോൺ പോലത്തെ. ഇത്രയേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ മിഠായി ആണോ എന്ന് തോന്നും, അത്ര ചെറുത്. അങ്ങനെ കുറേ ക്യൂട്ട് സംഭവങ്ങളുണ്ട്. പിന്നെ സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നല്ല ഷേപ്പിലെ കാറിൻ്റെയും അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ട്രൈപോഡ്, ക്യാമറ, കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു MBK സെൻറ്ററിൻ്റെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ സ്ട്രീറ്റാണ്. ഇതോ നോക്കി സ്ട്രീറ്റുകളുടെ കളി. അവിടെ നമുക്ക് നല്ല ബാഗും സാധനങ്ങളൊക്കെ ലാഭത്തിൽ കിട്ടും. പിന്നെ ഫുൾ ഫുഡാണ്. ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഫുഡിൻ്റെ സ്ട്രീറ്റും ഉണ്ട്, പ്ലസ് KFC, മെക്ഡി പോലുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബാഗൊന്നും രക്ഷയില്ല കേട്ടോ. നോക്കി കൊറിയൻ സ്ട്രീറ്റ് ഫുഡുകളാണ് ഇവിടെ മുഴുവൻ. പിന്നെ പ്ലസ് ഡ്രിങ്ക്സും കാര്യങ്ങളും. ഒരു ഫുൾ സെക്ഷൻ കൊറിയൻ ഫുഡും, അപ്പുറത്തെ സെക്ഷൻ നല്ല നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്, KFC പോലെ. പക്ഷെ കൊറിയൻ ഫുഡ് നമുക്ക് ചിലപ്പോൾ പറ്റേൻ്റെ സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാ ഈ ഒരു MK ഇവിടെ താഴെ തന്നെ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സെയിൽ. ഇനിയിപ്പോൾ ഇന്ദ്ര സ്ക്വയറും പ്ലാറ്റിനം മോളും കൂടെ ഉണ്ട്. അത് 7-8 നിലയുടെ ഷോപ്പിംഗ് മാത്രമുള്ള ഫാഷനാണ്. പക്ഷേ അവിടെ പോണതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളുടെ കണ്ടോ എനിക്കുള്ള ഡ്രസ്സുകൾ ഓൾറെഡി കിട്ടി. രമേശേട്ടൻ ഒരു 10-15 എണ്ണം ദേ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് എന്താണിത്, എന്നെ പറക്കി അങ്ങോട്ട് കയറി മേങ്ങിക്കണു. എത്ര ഷർട്ട് എടുത്തു? പക്ഷെ അല്ല കേട്ടോ, നല്ല കളക്ഷൻസ് അല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ടീഷർട്സ് അല്ലേ, ഭയങ്കര ലാഭം എന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഇനി അധിക ദിവസം നാളെയും കൂടെ അല്ലേ ഉള്ളൂ, അങ്ങോട്ട് തകർക്കാതെ പറഞ്ഞിട്ട് മിത്തൂനും എടുത്തുവിട്ടാ 2 എണ്ണം. സോ നമ്മൾ MBK സെന്ററിന്റെ താഴെ തന്നെയാണ് ഇപ്പോഴും. അപ്പോഴാണ് ഇവിടെ ഡൈനോസോർ കിങ്ഡം ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. ഫുള്ള് ഫ്രീ എൻട്രൻസ് കേട്ടോ, ഒന്ന് പോയേക്കാം. കുറച്ചധികം ഷോപ്പിംഗ് ചെയ്ത് ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈവനിങ് ആയി. വന്നിരിക്കുന്നത് എന്താ, ഈ ഒരു ബുദ്ധൻ്റെ ടെമ്പിൾ. ഭയങ്കര ഭംഗിയാട്ടോ, ടെമ്പിളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടേക്ക് പോവാം. ഇതിൻ്റെ തൊട്ടടുത്തൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് ഈവനിങ് അവിടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ സാധനത്തിന് പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ പാലസിൽ പോയപ്പോൾ ഒരാൾക്ക് 500 ബാട്ട്, ഇവിടെ പോയപ്പോൾ ഒരാൾക്ക് 300 ഇപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ എൻട്രൻസ്. പിന്നെ നമ്മൾ ഇന്നലെ പോയ സാങ്ച്വറി അതിനും 500. അതായത് നല്ല പൈസ. നമുക്ക് ഓരോ സ്ഥലം കാണാനും ടിക്കറ്റിന് നന്നായിട്ട് പൈസ പോകുന്നുണ്ട്. പക്ഷെ കാണാൻ മാത്രം ഉണ്ട് അല്ലേ. നമ്മൾ വെറും പൈസ കൊടുത്താലും നമുക്കൊരിക്കലും വിഷമം തോന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ നീറ്റാണ്, ക്ലീൻ ആണ്. ബാങ്കോക്കിലും എല്ലായിടത്തും വന്നിട്ട് വെറും ഭക്ഷണം കഴിക്കലും ഷോപ്പിംഗ് മാത്രമല്ലല്ലോ, ഒരു കൾച്ചറൽ സ്ഥലത്തിൻ്റെ അതിൻ്റെ കൾച്ചറും അതിൻ്റെ സംഭവങ്ങളും കൂടെ അറിഞ്ഞിരിക്കുമ്പോഴാണ് ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതിനൊരു ഇതുള്ളതെന്ന് തോന്നുന്നു. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു സ്ഥലം പോലും വിടാറില്ല. പ്രത്യേകിച്ച് അതിൻ്റെ കൾച്ചറൽ ഭാഗമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയി കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അല്ലേ അത് കവർ ചെയ്ത് രാജാതിരാജൻ വീരശിവ പരാക്രമി അറിയിക്കുന്ന അറിയിപ്പ് എന്നുള്ളത് ഞാൻ തന്നെ എഴുന്നള്ളതിന് ഞാൻ തന്നെ അടിക്കാം.
ഉള്ളിൽ കയറുന്നതിന് മുന്നേ ചെരുപ്പൊക്കെ ഒരു സഞ്ചിയിലാക്കി കൈ പിടിക്കണം. സഞ്ചിയിലാക്കി കൈ പിടിക്കണം. ഗൈഡ് ആദ്യമേ പോയി, ഗൈഡ് പോയിട്ടുണ്ട് മുന്നില് കാര്യങ്ങൾ അന്വേഷിച്ചറിയാം. വലിയ ബുദ്ധ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ക്യാമറയിൽ എത്ര വലുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളത്. ഇത്ര വലിയൊരു പ്രതിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര വലിയ ബുദ്ധയാണ്. ഇതാണ് മൊത്തമുള്ള വ്യൂ ട്ടോ. ഇവിടെ 108 ബ്രോൺസ് ബൗൾസ് ഉണ്ട്. നമ്മൾ 20 ബാട്ട് ഇട്ട് കഴിഞ്ഞാൽ 20 ബാട്ട് ഇട്ടാൽ ഒരു കപ്പ് കോയിൻസ് കിട്ടും. അപ്പം നമ്മുടെ ഇതിലൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ് വെൽത്ത്, പ്രോസ്പെരിറ്റി, ഫോർച്യൂൺ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസമായിട്ടും ബുദ്ധയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അങ്ങനെ ഓരോന്ന് വേണമെങ്കിൽ ഇടാം, അങ്ങനെ എല്ലാത്തിലും ഇടാം. ഇതാണ് ആ സങ്കല്പം. നന്നായി പ്രാർത്ഥിച്ചിട്ടോ. 108 ബ്രോൺസ് ബൗളിലും നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് നല്ലത് വരട്ടെ അല്ലേ? അതെ, എന്തായാലും ഈ ബുദ്ധയുടെ സംഭവം നോക്കി പെയിൻറ്റ് ചെയ്യണ ഇവിടെ അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു നല്ല ഭംഗിയിൽ കൊത്തുപണികളൊക്കെ, കൊത്തുപണിയല്ല അത് അല്ലേ, കളറിങ് ആണ്. ടെമ്പിളിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ 1000-ഓളം ബുദ്ധകളുണ്ട് പല സ്ഥലം. അതായത് നമ്മൾ അമ്പലത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന മുതലേ ഇതുപോലെ നിറയെ ബുദ്ധകളുണ്ട്. അപ്പോൾ 1000-ഓളം ബുദ്ധ ഉണ്ടെന്നാണ് ഈ അമ്പലത്തിൽ പറയണത് കേട്ടോ. അപ്പം നമ്മൾ ആ ടെമ്പിളിൽ നിന്ന് നേരെ കുറച്ചൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അത് റിവറാണ്. ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്. സൺസെറ്റ് ഫുൾ ഈ ഒരു റിവർ സൈഡിലെ റെസ്റ്റോറൻറ്റ്സും കഫേസുമാണ് കേട്ടോ. ഈ ഒരു റിവറിൽ കൂടെ ക്രൂയിസ് പോകും. നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. മുന്നേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഡിന്നറും നമുക്ക് ഈ ഒരു സൺസെറ്റും കണ്ടിട്ട് ഈ ഒരു ക്രൂയിസ് യാത്ര കൂടെ ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ബോട്ടിൽ ഇങ്ങനെ ചുമ്മാ കനാലിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മുടെ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെയും ടുക്ടുക്ക് എടുത്ത് നമ്മുടെ പ്ലാറ്റിനം മോളിലേക്ക് തന്നെ കറങ്ങാണ്. കാരണം നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലവും കണ്ടു. നമ്മൾ ടുക്ടുക്ക് വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഭയങ്കര തോന്നി ചാർജാണ് അവർ പറയുന്നത്. നന്നായിട്ട് വില പേശണം. ഇനി ഇന്ദിര സ്ക്വയറും പ്ലാറ്റിനം മോളും കൂടെ ഒന്നും കൂടെ കറങ്ങാം. പിന്നെ നാളെ ഫുൾ ഡേ നമുക്കുണ്ട്. പിന്നെയും പ്ലാറ്റിനം മോളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മേലത്തെ ഫ്ലോറിൽ പോയാലോ? ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓരോ നിലകളിലും എന്തൊക്കെയാണ് എന്നുള്ളത്. എല്ലാതും മെൻ, വിമൻ ആൻഡ് ഫാഷൻ തന്നെയാണ്. നല്ല കളറിലത്. അങ്ങനെ എല്ലാ കടയും അടച്ചുപൂട്ടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നല്ല കിടിലൻ ഡ്രസ്സുകൾ. അത് ഭയങ്കര കംഫർട്ട് കേട്ടോ. ഇതൊക്കെ 200-250 ബാട്ടിനാണ്. ഇതൊക്കെ സെയിലാണ് കേട്ടോ. എല്ലാം നമുക്ക് എടുക്കാൻ തോന്നുന്നത്. അതായത് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. അതായത് നമുക്ക് പാൻറ്റ് പോലും വേണ്ട, വളരെ കാഷ്വലായിട്ട് ഫ്രീ സൈസാണ്. എല്ലാം ഒറ്റ സൈസാണ്. ടൈറ്റ് ഫിറ്റിംഗ് അല്ലാതെ ലൂസായിട്ട് നമ്മളെപ്പോഴും കാഷ്വലായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, അങ്ങനത്തെയാണ് കേട്ടോ എല്ലാം. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്. ഇത് ഇന്നും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഷോപ്പിംഗ് നടത്തി. ബാക്കി രംഷേട്ടൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലൊരു 800 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫാഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല എവിടെ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിലും ഭയങ്കര റേറ്റാണ്. ഇതിങ്ങനെ 2 എടുക്കുമ്പോൾ 500 കിട്ടും, അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കുട്ടി സ്ട്രീറ്റ് മാർക്കറ്റ്, നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി സ്ട്രീറ്റിൽ ഇങ്ങനത്തെ കുറേ കുട്ടി
സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ കവറ്, അതിന് നമ്മളിങ്ങനെ ഭംഗിയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഇതുപോലെ ഇങ്ങനെയൊക്കെ ആക്കിത്തരും. സോ നമ്മുടെ പാസ്പോർട്ട് ഹോൾഡർ കിട്ടി. രംഷേട്ടൻ്റെ എൻ്റെ ക്വീൻ മിത്തുക്കുട്ടിയുടെ നല്ല രസമുണ്ട് അല്ലേ? ഇവിടെ ശരിക്കും 2-3 വെക്കും കേട്ടോ. നമ്മുടെ പിന്നെ ഒന്നേ വെച്ചുള്ളൂ. നല്ല രസമുണ്ട്. ഇതാ ബാഗിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് രംഷേട്ടൻ ഉണ്ടാക്കിച്ചപ്പോൾ മിത്തുക്കുട്ടിക്ക് ഇങ്ങനത്തെ വേണം, മിത്തുവിൻ്റെ ബാഗിൽ വെക്കാൻ എന്ന് പറഞ്ഞിട്ട് മിത്തു ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? അറിയോ? ഇത് പിരിയാപ്പിളിന്റെ വീടാണ്, ഹൗസ് ഓഫ് പിരിയാപ്പിൾ. ഇത് അയാളുടെ 2 മക്കളാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ ഹോട്ടലിലെത്തി. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് രാത്രി 11 മണിയായി. നാളെ രാത്രി 8:45 ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ഫുൾ ഡേ ഉണ്ട്. പക്ഷെ എന്നാലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നാളെ നമ്മളിങ്ങനെ വെറുതെ കിടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിതേ തിരിച്ച് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങും, മുംബൈയിലേക്ക് തിരിച്ച് മടങ്ങും. ഇപ്പോൾ സമയം 6:30. നമ്മളിവിടുത്തെ മിറാക്കിൾ ലോഞ്ചിലാണ് കേട്ടോ. ഇവിടുന്ന് 8:45 നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷെ അതൊന്ന് ഡിലേ ആയതുകൊണ്ട് 9:30. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്കിതേ നല്ല ഭക്ഷണവും ഇതൊക്കെ കഴിച്ച് ഇവിടെ റിലാക്സ് ചെയ്തിരിക്കാം. സോ നമ്മുടെ ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡ് വ്ളോഗുകൾ ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. ആരെങ്കിലും മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രിപ്പ് പോകാനുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.